തൃശൂർ പൂരം നടത്തിപ്പിലുള്ള മെയ്വഴക്കം വാർഡിൽ നിന്ന് ജയിച്ചു കയറിയാലും പ്രകടിപ്പിക്കുമെന്ന് പറയുന്നു തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറിയായ ഗിരീഷ് കുമാർ. ഇത്തവണ കോൺഗ്രസിന് വേണ്ടി കോട്ടപ്പുറത്താണ് ഗിരീഷ് കുമാർ മത്സരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ കളത്തിലിറങ്ങിയിരിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ കോട്ടപ്പുറത്ത് മത്സരിക്കുന്ന ഗിരീഷ് കുമാർ വീടുകൾ തോറും കയറി ഇറങ്ങി വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ്. തിരുവമ്പാടി ദേവസ്വത്തിന്റെ സെക്രട്ടറി കൂടിയാണ് ഗിരീഷ് കുമാർ. ഈ പൂരം സംഘടിപ്പിക്കുക തന്നെ വലിയൊരു പണിയാണ്. ഒരു ഡിവിഷൻ കൂടി നോക്കാന്ന് പറഞ്ഞാൽ എന്താണ് അത്, എളുപ്പപ്പണിയാണോ? പൂരം വേറൊരു തരത്തിലാണ്. പൂരം നമുക്ക് അത് ജനങ്ങളുടെ ഒരു കൂട്ടായ്മയോട് അതേപോലെ തന്നെയാണ് ഇത് ഇലക്ഷൻ. ഞാൻ എടുക്കുന്നത് ഒരു ആഘോഷപൂർവ്വമായിട്ടുള്ള ഒരു സന്തോഷമായിട്ടുള്ള ഒരു ഇവൻ്റായിട്ട് നമ്മൾ കൊണ്ടു നടക്കാനാണ്. എല്ലാ ആൾക്കാരെയും കണ്ട് നമ്മളെല്ലാ വീടുകളിലും ചെന്ന് വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാം. എന്നെ കുറിച്ചുള്ള മതിപ്പ് തിരക്കും കൂടി കൊണ്ടുപോകാൻ പറ്റുമോ? തീർച്ചയായിട്ടും രണ്ട് തിരക്കും. തിരുവമ്പാടി ദേവസ്വത്തിന്റെ സെക്രട്ടറി എന്നുള്ള നിലയിൽ അതിൻ്റെതായ ഒരു ചട്ടക്കൂടുകളുണ്ട്. എന്നാലും രണ്ടും കൂടി കൊണ്ടു നടക്കാനുള്ള ഒരു ആർജവം ഇതിൽ കൂടുതൽ കുറേ സംഘടനകളിൽ ഇതിനു മുന്നേയും ഇതിന്റെ ഉത്തരവാദിത്തങ്ങളിൽ ഇരുന്നിട്ടുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിന് പൂരം കലക്കൽ ഒരു വലിയ വിഷയമാവുമോ? എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയമാവുക? ഇതില് പൂരം ഇല്ല, ഇതില് യാതൊന്നുമില്ല. ഇതില് അതാത് പ്രദേശത്തെ ആൾക്കാരുമായിട്ട് സംവദിക്കുകയും ആ ആൾക്കാരുടെ കാര്യങ്ങളിൽ ഇടപെടുന്ന ആരാണോ അവരെ വിജയിപ്പിക്കും. ഇതില് രാഷ്ട്രീയം തന്നെയില്ല. എനിക്ക് പറയാം, പൂരം കലക്കൽ വിഷയത്തിൽ യാതൊന്നുമില്ല. ഇതിൽ പൂരം കലക്കലോ അങ്ങനെ യാതൊന്നുമില്ല. ഇത് അതാത് പ്രദേശത്തെ, ഇത് ഞാൻ ജനിച്ചു വളർന്ന പ്രദേശത്തെ ജനങ്ങളെ നേരിട്ട് കണ്ട് അവരുടെ വോട്ട് അഭ്യർത്ഥിക്കലാണ്. അല്ലാണ്ട് ഇതിൽ അങ്ങനത്തെ ഒരു സംഭവം ഇതിൽ ഉദിക്കണില്ല. ഇതില് ഞാൻ ഇവിടുത്തെ മുൻ കൗൺസിലറാണ്. കോട്ടപ്പുറം വാർഡിലാണ് അദ്ദേഹം മത്സരിക്കുന്നത്. നടരാജാണ് വിവരങ്ങളെല്ലാം നൽകിയത്. നമ്മൾ